ഹലോ എനിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി സമയം കിട്ടിയിരുന്നില്ല. എൻ്റെ കോളേജാണെങ്കിൽ ഒരു മലക്ക് മണ്ടയിലാണ്. ഏകദേശം 3 കിലോമീറ്റർ നടന്നിട്ട് വേണം കോളേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടാകും. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടാറില്ല. ഇത്ര നല്ല കോളേജ് എടുത്തിട്ടുണ്ടായിട്ടും എന്തിനാണ് ഈ മലക്ക് മുകളിലുള്ള കോളേജൊക്കെ എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ: കഴപ്പ്. എന്നെപ്പോലെ ഫസ്റ്റ് ടൈമായിട്ട് കോളേജിൽ പോകുന്നവരുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതുപോലെ എന്നെപ്പോലെ കോളേജ് എടുത്തിട്ട് മൂഞ്ചി പോയവരുണ്ടെങ്കിലും അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. നിങ്ങളുടെ മൂഞ്ചി എന്നറിയുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും. കഥകൾ പറഞ്ഞിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദെൻഡിൻ്റെ മാൻഹയുടെ ചാപ്റ്റർ 77 തൊട്ടിട്ട് 78 വരെയുള്ള 2 ചാപ്റ്റേഴ്സാണ്. നേരെ കഥയിലോട്ട് കിടക്കാം. 77ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ആർത്തർ ബീസ്റ്റ് വില്ലിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ബീസ്റ്റ് വില്ല് മനുഷ്യർക്ക് അതിശക്തമായ മാന്ത്രിക ശക്തികൾ നൽകും. ഒരു ബീസ്റ്റ് വില്ല് നേടാൻ വേണ്ടിയിട്ട് 2 വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴി, ഒരു ശക്തമായ മാന ബീസ്റ്റ് അവയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവയുടെ ബീസ്റ്റ് വില്ല് ഒരു മനുഷ്യന് കൈമാറുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ആർത്തറിന് സിൽവിയുടെ സ്വന്തം ബീസ്റ്റ് വില്ല് സിൽവിയുടെ ഇഷ്ടപ്രകാരം കൈമാറി. രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാന ബീസ്റ്റിനെ കൊന്നിട്ട് അതിൻ്റെ ബീസ്റ്റ് കോർ എടുത്തുകൊണ്ട് ആ ബീസ്റ്റ് കോറിൽ നിന്ന് അതിൻ്റെ ബീസ്റ്റ് വില്ല് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്: എനിക്ക് ഓൾറെഡി ഒരു ബീസ്റ്റ് വില്ലുണ്ട്, എനിക്ക് ഈ ബീസ്റ്റ് വില്ല് കൂടി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ശക്തനാകും. എന്നിട്ട് അവൻ എൽഡർവുഡ് ഗാർഡിൻ്റെ ബീസ്റ്റ് വില്ലും അതുപോലെ അവൻ്റെ ബീസ്റ്റ് വില്ലും കൂടി ഒരുമിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിൽവിയുടെ ബീസ്റ്റ് വില്ല് എൽഡർവുഡ് ഗാർഡിൻ്റെ ബീസ്റ്റ് വില്ലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്: ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ സിൽവിയുടെ ബീസ്റ്റ് വില്ല് എൽഡർവുഡ് ഗാർഡിൻ്റെ ബീസ്റ്റ് വില്ലിനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മുടെ സിൽവിയുടെ ബീസ്റ്റ് വില്ല് എൽഡർവുഡ് ഗാർഡിൻ്റെ ബീസ്റ്റ് വില്ലിനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒരു ബീസ്റ്റ് വില്ല് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. 2 ബീസ്റ്റ് വില്ല് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേറ്റവും ശക്തമായ ബീസ്റ്റ് വില്ല് ദുർബലമായ ബീസ്റ്റ് വില്ലിനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള ബീസ്റ്റ് വില്ല് നമ്മുടെ സിൽവിയുടെ ബീസ്റ്റ് വില്ലാണ്. അതുപോലെ ഏറ്റവും ദുർബലമായ ബീസ്റ്റ് വില്ല് എൽഡർവുഡ് ഗാർഡിൻ്റെ ബീസ്റ്റ് വില്ലാണ്. അതുകൊണ്ടാണ് നമ്മുടെ സിൽവിയുടെ ബീസ്റ്റ് വില്ല് എൽഡർവുഡ് ഗാർഡിൻ്റെ ബീസ്റ്റ് വില്ലിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്: എന്തുകൊണ്ടായിരിക്കാം എൻ്റെ അച്ഛന് ഈ ബീസ്റ്റ് വില്ല് ഉപയോഗിക്കാൻ കഴിയാത്തത്? എന്നിട്ട് അവൻ വിരിയോൺ മുത്തശ്ശൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ കാര്യം ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ആർത്തറിന് സിൽവിയുടെ ബീസ്റ്റ് വില്ല് കൊടുത്തു. അത് നമ്മുടെ ആർത്തറിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിൽവിയുടെ എലമെൻറ്റും അതുപോലെ ആർത്തറിൻ്റെ എലമെൻറ്റും പൊരുത്തപ്പെട്ടതുകൊണ്ടാണ്. അതായത് സിൽവിയുടെ എലമെൻറ്റും ആർത്തറിൻ്റെ എലമെൻറ്റും ഒന്നായതുകൊണ്ടാണ്. ഒരു മാന ബീസ്റ്റിൻ്റെ ബീസ്റ്റ് വില്ല് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അയാളുടെ എലമെൻറ്റും അതുപോലെ ആ മാന ബീസ്റ്റിൻ്റെ എലമെൻറ്റും ഒന്നായിരിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് ആ ബീസ്റ്റ് വില്ല് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മുടെ റെയ്നോൾഡിൻ്റെ എലമെൻറ്റും അതുപോലെ എൽഡർവുഡ് ഗാർഡിൻ്റെ എലമെൻറ്റും വ്യത്യസ്തമായതുകൊണ്ടാണ് റെയ്നോൾഡിന് ആ ബീസ്റ്റ് വില്ല് ഉപയോഗിക്കാൻ കഴിയാത്തത്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്: ആ കാര്യം ഞാൻ മറന്നുപോയി. എന്തായാലും ഈ ബീസ്റ്റ് വില്ല് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ടെസിയനെ ഓർക്കുന്നുണ്ട്. ടെസിയ, നീ എന്ത് ചെയ്യാണ്? എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട്. നിന്നെ കാണാൻ തോന്നുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് എന്നവ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആർത്തർ, നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രേമം, കാതൽ, ലവ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആ ദിവസങ്ങളിൽ നമ്മുടെ ആർത്തർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ്റെ ഫാമിലിയോടൊപ്പം നടന്നിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു രാവിലെ നമ്മുടെ ആർത്തർ ചത്ത പോലെ കിടന്നുറങ്ങാണ്. അപ്പോൾ അവൻ്റെ അനിയത്തി എലനോർ വന്ന് വിളിക്കുന്നുണ്ട്: ചേട്ടാ, അമ്മ വിളിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, പെട്ടെന്ന് എണീക്ക്. കുറച്ച് കാര്യങ്ങളിൽ ഞാനും ആർത്തറും സെയിമാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ആർത്തറിനും എനിക്കും ഓവർ തിങ്കിങ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ആർത്തർ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്, ഞാനും ആദ്യമായിട്ട് കോളേജിൽ പോയി. ആർത്തറിൻ്റെ സ്കൂളിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തുറക്കും, എൻ്റെ കുറച്ച് നേരത്തെ തുറന്നു, അത്ര മാത്രമുള്ള വ്യത്യാസം. പിന്നെ മൂന്നാമത്തെ കാര്യം, രാവിലെ എണീക്കാനുള്ള മടി. ആർത്തറിൻ്റെ പോലത്തെ മടി എനിക്കുണ്ട്. അമ്മ എത്ര വിളിച്ചാലും ഞാൻ രാവിലെ എണീക്കൂല. അതുപോലെ തന്നെ ആർത്തറിന് എത്ര വിളിച്ചാലും രാവിലെ എണീക്കൂല.
സോ ഈ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. നമ്മളൊക്കെ ആർത്തറിനെ പോലെയാണ്. സോ അതിനുശേഷം നമ്മുടെ എലനോർ ആർത്തറിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ എത്ര വിളിച്ചിട്ടും ആർത്തർ എണീക്കുന്നില്ല. അവസാനം നമ്മുടെ എലനോർ ഒരു വഴിയില്ലാതെ ആർത്തറിൻ്റെ ദേഹത്തേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്തപ്പം ഉണ്ടായേ എലനോർ, നീ എന്താ കാണിക്കുന്നേ, നിനക്ക് ഇത്ര പെട്ടെന്ന് ഭാരം വെച്ചോ? സോ അപ്പോൾ നമ്മുടെ എലനോർ പറയുന്നുണ്ട്, ചേട്ടാ ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്, എനിക്ക് തടി വെച്ചെന്നാണോ? എന്തായാലും ചേട്ടൻ അടിയിലേക്ക് വാ, എല്ലാവരും ചേട്ടനെ കാത്തിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എനിക്ക് ആൻറ്റി ടാബിത്തയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എലനോർ എലനോർ എപ്പോഴാണ് ഇത്രയ്ക്കും വയലൻ്റ് ആയത്? അവൾ പണ്ട് പാവം കുട്ടിയായിരുന്നു. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ ഇതുപോലെ എലീജയും സൈറ സിറ്റിയിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, എടാ എനിക്കിപ്പോഴും വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെ നിനക്കങ്ങനെ വിശക്കാതിരിക്കും, നിൻ്റെ പ്ലേറ്റിലുള്ള ഫുഡൊക്കെ നമ്മുടെ സിൽവി അടിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, അതെ എന്തൊക്കെയായാലും ഇവിടുത്തെ കടകളിൽ നല്ല ഫുഡ് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ആർത്തർ വയ്ക്കുന്നുണ്ട്, എടാ നിൻ്റെ കയ്യിൽ പൈസ ഇല്ലേ? അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. ഞാൻ ഡെഞ്ചർ മെഷീന് പോയാൽ എനിക്ക് കിട്ടിയ പൈസ എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കും. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഫുഡ് അടിക്കാൻ വിട്ടോ, എനിക്കൊരാളെ കാണാനുണ്ട്. എന്നിട്ട് നമ്മുടെ ആർത്തർ സിൽവിയോട് പറയുന്നുണ്ട്, സിൽവി നീ എലീജയുടെ ഒപ്പം പൊക്കോ, എനിക്കൊരാളെ കാണാനുണ്ട്. അപ്പം നമ്മുടെ സിൽവി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എലീജയുടെ ഒപ്പം പോകുന്നുണ്ട്. സോ അപ്പോൾ അവിടേക്ക് വിൻസെൻ്റ് വരുന്നുണ്ട്. സോ ഇപ്പോൾ വിൻസെൻ്റ് ഇവിടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആർത്തർ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു കണ്ടുപിടുത്തക്കാരനെ കാണാൻ പോകണമെന്ന്. സോ ഇപ്പം നമ്മുടെ ആർത്തറും വിൻസെൻറ്റും കുറിച്ച് ആ കണ്ടുപിടുത്തക്കാരനെ കാണാൻ വേണ്ടി പോവുകയാണ്. സോ അങ്ങനെ നമ്മുടെ വിൻസെൻറ്റും ആർത്തറും ആ കണ്ടുപിടുത്തക്കാരൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് അവർ ആ വാതിലിൽ മുട്ടുമ്പോൾ ഒരാൾ പുറത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ഇവിടെ ആരുമില്ല, നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പം തന്നെ പോവാം. അപ്പോൾ അയാൾ വിൻസെൻറ്റിനെ കണ്ട് പറയുന്നുണ്ട്, അയ്യോ മാസ്റ്റർ വിൻസെൻ്റ് ആയിരുന്നോ, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഹിംസ് നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ. അപ്പോൾ ഹിംസ് പറയുന്നുണ്ട്, അതെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായി, ഞാൻ നിങ്ങളെ ഗിഡിയോൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവരെ രണ്ടുപേരെയും ഗിഡിയോൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്താണ് ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നത്, അവിടെ എന്തോ ഇളകുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഓടി വന്ന് പറയുന്നുണ്ട്, ഹിംസ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുതെന്ന്. അല്ല ഇതാരാണ്, വിൻസെൻ്റ് അല്ലേ, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്, നീ എനിക്ക് വല്ല പണി തരാൻ വേണ്ടി വന്നാണോ? അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, നീ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ നിന്നെ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, ആ കാര്യം ഞാൻ മറന്നുപോയി, ഈ ദിവസങ്ങളിൽ ഞാൻ മനുഷ്യന്മാരനെ കണ്ട് കണ്ട് മടുത്തുപോയി, അതുകൊണ്ടാണ് ഒരു മനുഷ്യരനെ ഇങ്ങോട്ട് കയറ്റി വിടരുതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് രാജകുടുംബത്തിൽ നിന്ന് എനിക്ക് വിളിയോട് വിളിയാണ്, അവർക്ക് സമുദ്രം വഴി സഞ്ചരിക്കാൻ വേണ്ടി ഒരു ഉപകരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനാണ് സമുദ്രം വഴി ഓടുന്ന ഉപകരണങ്ങളൊക്കെ? അപ്പോൾ നമ്മുടെ ആർത്തർ വയ്ക്കുന്നുണ്ട്, സമുദ്രം വഴി പോകുന്ന ഉപകരണമോ, അതെന്തിനാണ്? അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, അല്ല അതൊക്കെ എന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ ഏതാണ്? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം, എൻ്റെ പേര് ആർത്തർ ലേവിൻ, റെയ്നോൾഡിൻ്റെ മകൻ. അപ്പോൾ അയാൾ വിൻസെൻറ്റിനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ സമുദ്രം വഴി യാത്ര ചെയ്യുന്ന ഒരു ഉപകരണം വേണമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തർ അവിടെ ഉണ്ടായിരുന്നൊരു പേപ്പർ എടുത്തുകൊണ്ട് എന്തൊക്കെയോ വരച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഗിഡിയോൻ പറയുന്നുണ്ട്, എന്ത് ഒരു ചെറിയ കുട്ടിയായി നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്നോ, എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഇതെങ്ങനെ നടക്കാൻ വഴിയില്ല, നീ ഇതെങ്ങനെ വരച്ചു എന്ന് പറഞ്ഞിട്ട് ഗിഡിയോൻ നമ്മുടെ ആർത്തർ വരച്ച ചിത്രം നോക്കി ഞെട്ടി നിൽക്കുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 77ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ നമുക്കിതിൻ്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.